ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ ടീം ഫാബ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതുപോലെ ഇന്ന് നമ്മൾ കോട്ടൺ കളക്ഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പോലെ കാഥ കോട്ടൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ കാഥ ഉണ്ട്, ക്യാമ്പ്രിക് കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലുള്ളത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് 110ഉം 125ഉം ആണ്. ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പ്രൊഡക്ട്സ് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ് ബേസ് കളർ വന്നേക്കുന്നത്. അതിൽ മെറൂൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ. വളരെ സോഫ്റ്റ് കോട്ടൺ ആണ്, നമുക്ക് കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈനിങ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം കേട്ടോ. ഇത് അതിൻ്റെ നല്ല വശം വന്നിരിക്കുന്നത്. അപ്പോൾ ഇല്ലാതെ ചെയ്യുന്നവർക്ക് ഫ്രോക്കൊക്കെ ചെയ്യണമെങ്കിലും നിർബന്ധമില്ല, അങ്ങനെ ചെയ്യാം. നൈറ്റ് ചെയ്യാം, എല്ലാ ടൈപ്പ് മെറ്റീരിയലും ചെയ്യാം. സോഫ്റ്റ് കാംബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. 110 റുപ്പീസിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയലിൻ്റെ തിക്നെസ് നോക്കുക, ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ട്രാൻസ്പെറൻ്റ് അല്ല പ്രൊഡക്റ്റ്, എന്നാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈനിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് 110 റുപ്പീസ് പെർ മീറ്റർ. ഷിപ്പിംഗ് ചാർജസ് 45 to 95 ആണ് വിതിൻ കേരള. അല്ലാത്തവർ അഡ്രസ്സ് പറയുമ്പം ഒന്ന് പറഞ്ഞിരിക്കണം ഏത് സ്റ്റേറ്റ് എന്നാണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു മെറൂൺ ഷെയ്ഡ്, ഡാർക്ക് മെറൂൺ ആണ്, ഭയങ്കര ഡാർക്ക് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൽ നമുക്കൊരു കാത്ത സ്റ്റിച്ച് പോലെ പോകുന്നുണ്ട്. കാത്ത സ്റ്റിച്ച് അല്ല കേട്ടോ, അത് പ്രിൻറ്റ് മാത്രമാണ്. സോ ദിസ് നോട്ട് കാത്ത കോട്ടൺ, ഇത് കാംബ്രിക് കോട്ടണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ജയ്പൂർ പ്രിൻറ്റ്, ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഇത് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്സ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ നല്ലതാണ്. കുർത്ത ഓഫ് കോഴ്സ് ഇതിനും ലൈനിങ് ആവശ്യമുള്ളവർ വെച്ച് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ എപ്പോഴും പെർഫെക്ഷൻ ലൈനിങ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കോട്ടണിൽ വന്നിരിക്കുന്നു. 110 റുപ്പീസ് പെർ മീറ്റർ. ചിലതിന് ഒരു സ്റ്റാർച്ച് ഫിനിഷ് ആയിരിക്കും, മറ്റത് വളരെ സോഫ്റ്റ് ഫിനിഷ് ആയിരിക്കും. പോളിസ്റ്ററിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈവൻ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ്, പക്ഷെ ഒരു സ്റ്റാർച്ച് ഫിനിഷ് വരും ചിലതിനകത്ത്. ഇത് ഒരു സോഫ്റ്റ് കോട്ടണിൽ ക്യാമ്പ്രിക്കിൽ വന്നിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. ഇന്നലെ എന്നോട് ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ താഴെ ബോർഡർ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ അതില്ലായിരുന്നു. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ, ഒരു ബ്ലാക്ക് ആൻഡ് മെറൂണിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ കേട്ടോ. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ് ചെയ്യാനും നല്ല രസമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതേപോലെ സോ ബീങ് ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് ലൈനിങ് ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആ പെർഫെക്ഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യാം. ആൻഡ് ഇവിടെ നോക്കുക, താഴ്വശത്തായിട്ട് ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുർത്തി ചെയ്യാനോ ഈവൻ ഫ്രോക്കൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും ഈ ബോർഡർ വരുമ്പോൾ. ഈവൻ നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, സോ 110 റുപ്പീസ് പെർ മീറ്റർ. ഇന്ന് ഈ കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ 110ലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അതിന് മാച്ചിങ് ആയിട്ട് വേണമെങ്കിൽ അതേ ഒരു കോമ്പിനേഷനിൽ മെറൂൺ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഇത് വന്നിട്ടുണ്ട്. സോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു അജ്രക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് കേട്ടോ. അജ്രക് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. ഒരു അജ്രക് എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രിൻ്റ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത്, മൊറോർലെസ് അതുപോലെ. അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാൻ നല്ല പ്രൊഡക്റ്റാണ്. അല്ല പാൻസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ബ്ലാക്കിൻ്റെ ഒക്കെ ബ്ലാക്ക് ടോപ്പ് ഇടാം, അല്ലെങ്കിൽ ബ്ലാക്ക് പാൻസ് ഇട്ടിട്ട് ഇത് ചെയ്യാം. അങ്ങനെ എനിക്ക് ബ്ലാക്ക് പൊതുവെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ. സോ ദിസ് ഇസ് ഓൾസോ 110 റുപ്പീസാണ്. നമുക്ക് ക്ലോസ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ്. ആവശ്യമെങ്കിൽ മാത്രം ലൈനിങ് കൊടുത്താൽ മതി. പക്ഷേ എപ്പോഴും നിങ്ങൾ ഇതിലൊക്കെ വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന സമയം, അതുപോലെ സ്കിൻ കളറൊക്കെ വരുന്ന സമയത്ത് ലൈനിങ് വെക്കുമായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ഓഫ് വൈറ്റ്, ഡാർക്ക് ഷെയ്ഡിന് കുർത്തിയാണെങ്കിൽ എപ്പോഴും ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് വെക്കുക. സോ ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് കോമ്പിനേഷൻ കേട്ടോ. ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം, ഭയങ്കര രസമാണ്. നമുക്ക് ജുബ്ബ പോലത്തെയൊക്കെ ചെയ്യാനൊക്കെ നല്ല പ്രിൻ്റാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഒരു ലാവൻഡർ ഷെയ്ഡിൽ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ ലാവൻഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അധികം ആ വീഡിയോ കട്ട് ചെയ്യുന്ന അതിലൊക്കെ ആയിരിക്കും. എന്നിട്ട് തന്നെ എന്നെ എല്ലാവരും മഴ പറഞ്ഞ് എത്ര നേരമായി ചോദിച്ചിട്ടെന്ന്. ചിലപ്പോൾ 2 ദിവസമൊക്കെ ആവും, ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു വരുമ്പോൾ. ഓക്കെ, എന്തായാലും അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറയുവാണെങ്കിൽ ഓക്കെ. പിന്നെ മാച്ചിങ് ഒക്കെ ഉള്ളതായിട്ട് നേരത്തെ കണ്ടുവച്ചത് സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ, നമുക്ക് ഈസിയാണ്. നെക്സ്റ്റ് വൺ ഒരു ഓഫ് വൈറ്റിൽ ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഭയങ്കര വലുതല്ല, കുറച്ച് വലിയ ഡിസൈൻ വന്നിരിക്കുന്നു. നമുക്ക് ഇതുപോലെ ടോപ്പ് ചെയ്യാനും ഫ്രോക്കിനും ഒക്കെ നല്ലതാണ്. ഷർട്ട് ചെയ്യാൻ നല്ല രസമാണ്. അപ്പം ഇതിലൊരു സെൽഫ് ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ. ഒരു കം ക്ലോസർ മതിയ.
ഇതിൽ തന്നെ ഒരു ലീഫിൻ്റെ കുഞ്ഞൊരു ഡിസൈനും കൂടെ ഉണ്ട്. സെൽഫ് ഡിസൈൻഡ് ആണ്. പ്ലസ് ഈ ലാവൻഡർ ആണ്. വൈറ്റിന് മുകളിൽ വൈറ്റ് തന്നെ വന്നേക്കുന്നു. ദെൻ ഈ ലാവൻഡർ ഫ്ലോറൽ പ്രിൻറ്റ് വന്നേക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ. ഓഫ് കോഴ്സ് ലാവൻഡർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിവിടെ വച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റാതെ വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റും സെയിം ക്രീം ആൻഡ് ഒരു വയലറ്റ് കോമ്പിനേഷൻ, ലാവൻഡർ കോമ്പിനേഷൻ വന്നേക്കും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് നമുക്ക് പാൻസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാനൽ കട്ട് ചെയ്യാം, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കോട്ടുള്ള ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ വാട്ട് നോട്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് ആൻഡ് മാച്ചിൻ്റെ പെർഫെക്റ്റ് മാച്ചായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പാൻസ് ആൻഡ് ടോപ്പായിട്ട് അതും ചെയ്യാം. ഇനി സെപ്പറേറ്റ് സിംഗിൾ പീസ് മതിയെങ്കിൽ അതും. അപ്പം ഇത് കുറച്ചും കൂടെ അടുത്തടുത്തായത് പ്രിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്നാലും ബോഡി പാർട്ട് ലൈനിങ് വെച്ച് ചെയ്താൽ നന്നായിരിക്കും, കുർത്തിയാണെങ്കിൽ കേട്ടോ. പാൻസിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ 110 റുപ്പീസ് പെർ മീറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാവൻഡർ ചോദിച്ച ആൾ കാണുന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ കോട്ടൺ നല്ല ഡിമാൻഡായി തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്ന അത്രയും പ്രോഡക്റ്റ് നമുക്ക് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നേക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഗ്രീൻ, അതും ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴ ഇപ്പം പെയ്യുന്നുണ്ട്. നല്ല ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു ഇവിടെ. ഈ മഴയൊക്കെ വയനാട്ടിൽ തന്നെയാണോ പെയ്തതെന്ന് സംശയം. അതുപോലെ നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നേ. ഓക്കെ, സോ ഇത് നമുക്ക് വീണ്ടും ഓഫ് വൈറ്റിൽ ഒരു പെർട്ടിക്കുലർ ഗ്രീൻ, ഒരു പ്ലീസിങ് ഗ്രീൻ ആൻഡ് ഒരു സ്ലൈറ്റ് യെല്ലോ, നമ്മുടെ ജമന്തിപ്പൂവിൻ്റെ ആ ഒരു കുഞ്ഞു ആ യെല്ലോ കളറിലെ ശരിക്കുള്ള അത് പോയിട്ടുണ്ട്. ആൻഡ് ഇതും അതുപോലെ തന്നെ കം ക്ലോസർ സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഗ്രീൻ കേട്ടോ, രാമ ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ് വന്നേക്കുന്നു. ആൻഡ് ഇത് നമുക്ക് ക്യാമ്പ്രിക്കിലാണ് വന്നേക്കുന്നത്. ഇതിന് ഏകദേശം അല്ല, പെർഫെക്റ്റ് മാച്ചായിട്ട് നമുക്ക് കാഥ കോട്ടൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ട്. കാഥ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് പ്ലെയിൻ കഴിഞ്ഞായിരുന്നു, കാഥ വന്നിട്ടുണ്ട്. അപ്പോൾ 110 തന്നെയാണ് ഇപ്രാവശ്യം കാഥ കോട്ടൺ വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ബോട്ടത്തിനും എടുക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഇതിന് മാച്ചായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ആൻഡ് മിക്സ് ആൻഡ് മാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1/2 മീറ്റർ മുതൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 മീറ്റർ കട്ടായിരിക്കും കേട്ടോ മിനിമം. ഓക്കെ, ആൻഡ് ഷിപ്പിംഗ് ചാർജസ് ഞാൻ പറഞ്ഞതുപോലെ 45 to 95 ആണ് ഷിപ്പിംഗ് ചാർജസ് വിതിൻ കേരള. DTDC റേറ്റ് കൂടുതലാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് പ്ലെയിൻ കാഥയുടെ അറിയാലോ അല്ലേ, നിങ്ങൾക്ക് തിക്നെസ് അറിയാലോ. ഇത് ടോപ്പിന് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈനിങ് വെച്ച് ചെയ്താലായിരിക്കും കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ 110 പ്രാവശ്യം രണ്ടും വന്നിട്ടുള്ളത്. ആൻഡ് 100 മീറ്റർ 150 മീറ്റർ ഓർഡർ ചെയ്തെടുത്ത് നമുക്കൊരു 75-80 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. വീണ്ടും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഓക്കെ, നെക്സ്റ്റ് വൺ എഗെയിൻ ഞാനൊരു ഫ്ലോറൽ പ്രിൻറ്റിലോട്ടാണ് പോകുന്നത്. ഇത് ബേസ് കളർ വന്നിട്ട് നമുക്കൊരു പിസ്ത ഗ്രീനിലാണേ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ പിസ്ത ഗ്രീനിൽ വന്നേക്കുന്നു. ആൻഡ് ഇതിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ, എത്ര മീറ്റേഴ്സ് വരുന്നുള്ളൂ ഒട്ടിക്കുന്നവർ. ഓക്കെ, പിസ്ത ഗ്രീനിലാണ് ഇത് വന്നേക്കുന്നത്. പിസ്ത ഗ്രീനിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾക്ക് നൈറ്റിയൊക്കെ ചെയ്യാം, അതിന് ആവശ്യത്തിൽ കട്ടിയുള്ളതാണ്. എന്നാലും കുർത്തി ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് വെച്ച് ചെയ്യാൻ നോക്കുക. അധികം പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, എനിക്കറിയാം. ഇവിടെ വരുമ്പോഴാണെങ്കിലും ഡെൽറ്റയല്ല, ഓക്കെ, ലൈനിങ് ഉള്ളതാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കോട്ടൺ ലൈനിങ് തന്നെ വെച്ച് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ നല്ല വശം വന്നേക്കുന്നത്. ഇതിൻ്റെ ഉൾവശം കേട്ടോ, ഇതേപോലെ ചെയ്യുക. ഫ്ലോറൽ പ്രിൻറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ പറഞ്ഞ പോലെ ജമന്തിപ്പൂവിൻ്റെ ഒക്കെ ഒരു ഇത് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ആൻഡ് ഇതിനൊരു മാച്ചിങ് ആയിട്ട് കാഥയിൽ വന്നേക്കുന്നത് ഇതേപോലെ ഒരു ബ്ലൂ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ബ്ലൂ. അപ്പോൾ ഇത് നല്ല മാച്ചിങ് ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഞാൻ കൂട്ടത്തിലങ്ങ് കാണിച്ചു. ഇതും 110 റുപ്പീസിലാണ് കാഥ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് 1 ലെയർ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാഥ ലൈൻസ് വെർട്ടിക്കലായിട്ട് പോകാവുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. ടോപ്പ് ചെയ്യാനും നല്ല ഭംഗിയാണ്. ജീൻസിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് പാൻസിൻ്റെ കൂടെയും ബ്ലാക്കിൻ്റെ കൂടെയും ഒക്കെ ഇടാവുന്ന നല്ലൊരു ഷെയ്ഡ് ഗ്രീൻ, ബ്ലൂ ആണ്. ഫസ്റ്റ് വൺ വാസ് ഒരു രാമ ഗ്രീനിലായിരുന്നു. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ബ്ലൂ. സോ ദിസ് ബോത്ത് ആർ വെരി നൈസ്, നല്ലോണം മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ 110 റുപ്പീസിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു പ്രൊഡക്റ്റ് മാത്രമെങ്കിൽ യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് വൺ വാസ് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഷെയ്ഡിൽ അതിൽ റോയൽ ബ്ലൂ ആൻഡ് കുറച്ചൊരു ഡാർക്ക് ബ്ലൂ അതിനിടയിൽ കൂടെ വരുന്നുണ്ട്. റോയൽ ബ്ലൂ ആണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിലാണ് കേട്ടോ.
സോ വൈറ്റ് ആൻഡ് ബ്ലൂ എവർ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിൽ ക്രീപ്പേഴ്സ് ആയിട്ട് കേട്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വള്ളികൾ പോലെ ആൻഡ് ഓഫ് കോഴ്സ് ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ. അപ്പം ഞാൻ പറയുന്നതാണെങ്കിൽ ബീങ് ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ലൈനിങ് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ദിസ് ഇസ് ഓൾസോ 110 rupees per meter. അപ്പോൾ അതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് യു ക്യാൻ ഗോ വിത്ത് ദിസ് കാഥ. ഇത് റോയൽ ബ്ലൂവിൽ വന്നിരിക്കുന്ന കാഥ കളക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. കഥയുടെ അറിയാമെങ്കിൽ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കോമൻസും കൂടെ ഒന്ന് ഇടുക കേട്ടോ. ഞാൻ എപ്പോഴും മറന്നു പോകും, അത് നിങ്ങൾ ഓർത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, സോ ദിസ് ഇസ് റോയൽ ബ്ലൂ ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പിനേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു പ്രൊഡക്റ്റ് മതി അങ്ങനെ കേട്ടോ. 110 രൂപയിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ വിചാരിച്ച അത്രയും മെറ്റീരിയൽ ഇപ്രാവശ്യം കിട്ടിയില്ല, നോക്കട്ടെ. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ 110 rupees. സോ സെയിം ബ്ലൂവിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബേബി പിങ്കിൽ വന്നിട്ടുണ്ട്. എന്ത് രസമാണ്, നല്ല ഭംഗിയായിട്ട് ബേബി പിങ്ക് ആൻഡ് ആ ഒരു കുട്ടി ഗ്രീനും കൂടെ വന്നിരിക്കുന്നു. ഇതിലേതാ ഭംഗിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. രണ്ടും ഈക്വലി ഭയങ്കര രസം. രണ്ടും സെയിം പ്രിൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്. രണ്ടും വളരെ പ്ലീസിങ് ആയിട്ടുള്ള കളർ. ഓക്കെ, സോ ദിസ് ഇസ് അനദർ വൺ. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഇങ്ങനെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് താഴോട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഉൾവശം, ഇത് നല്ല വശം. അപ്പോൾ നോക്കിയിട്ട് ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഫ്രോക്കിനൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ ദിസ് ഇസ് എ വൺ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് ബേബി പിങ്കിൻ്റെ കാഥ കൊടുക്കാം, കാഥ കോട്ടൺ വേണമെങ്കിൽ പ്ലെയിൻ കൊടുക്കാം. ഇത് പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് രണ്ടും വളരെ ലൈറ്റായി പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഈ കാണുന്ന ഡാർക്ക് കളർ ഒരു മജന്തയിലേക്കൊക്കെ പോകുന്ന ഒരു ഷെയ്ഡ് എടുത്താൽ, ഇല്ല എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ലൈറ്റ് ഈ ഒരു ഡാർക്ക് പിങ്ക് കിട്ടാമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ വരുന്നു. ബേബി പിങ്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പേര് മേടിച്ചല്ലേ കഥയിൽ. ഇത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ലൈനിങ് ആവശ്യമാണ് ടോപ്പ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ പാരലൽ പാൻസ് തയ്ക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇത് 110 rupees വരുന്നു. 45 to 95 ആണ് ഷിപ്പിംഗ് ചാർജസ്. 10+ വരുമ്പോഴത്തേക്കും 20 meters എബവ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി സ്ലൈറ്റ്ലി 120 മുതൽ വരും. സോ ദിസ് ഇസ് എ കളക്ഷൻ ഓഫ് 110 rupees. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. സോ 110 rupees plus shipping. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ. ഞാൻ കാണിക്കുന്നത് കാഥ കോട്ടൺ ആണ്. കാഥ കോട്ടൺ നിങ്ങൾക്ക് അറിയാം, ഇപ്രാവശ്യം നമുക്ക് 125 വന്നിട്ടുണ്ട്. 125 കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആദ്യം 130 അവർ പറഞ്ഞു, പക്ഷേ 125 ആണ് നമുക്ക് ബില്ല് വന്നപ്പം. അപ്പം ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡാണ്. പീച്ച് ആൻഡ് ഗ്രീൻ ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ വൺ പെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കഥയുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം, കഥ സ്റ്റിച്ച് പോകുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഓണം ഇതൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കോട്ടൺ കുറച്ചൊരു ഡിമാൻഡ്. നമ്മൾ പറഞ്ഞ അത്രയും മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടില്ല, എത്തിക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വൺ. അപ്പോൾ കാഥയുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുവാണെങ്കിൽ എപ്പോഴും ലൈനിങ് തന്നെ വെച്ച് ചെയ്യാൻ നോക്കുക. സോ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷിങ് ആൻഡ് കളർ കോമ്പിനേഷൻ. സോ അതിന് വന്നിരിക്കുന്ന പാൻസ് പീസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 125 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ പാൻസ് വന്നിരിക്കുന്നത്. അതിന് വലുതിൻ്റെ ചെറുത് ഫ്ലോറൽ പ്രിന്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുമ്പോഴായിരിക്കും അതിന്, അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷനാണ്. ഓക്കെ, സോ 125 ഇപ്രാവശ്യം കാഥ വന്നിരിക്കുന്നത്. എന്തായാലും റേറ്റ് ഇനി കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് റേറ്റ് കൂടത്തേ ഉള്ളൂ. നല്ലൊരു 130 അത്രയൊക്കെ വരും കഥ പോവും. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് 125 നമുക്ക് അതിൽ പ്രാവശ്യം ഇത് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇതും വേറൊരു കസ്റ്റമർ ചോദിച്ചുകൊണ്ടായിരുന്നു, വയലറ്റ് ഉണ്ടായിരുന്നു എന്ന്. വയലറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. വെരി സോറി ടു ഇൻഫോം യു, ഇത് നമുക്ക് 10 മീറ്ററേ ഉള്ളൂ ചെറുത് കേട്ടോ. ചെറിയ പ്രിന്റ് 10 മീറ്റേഴ്സേ ഉള്ളൂ. ഇത് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം ഇതും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വയലറ്റ് ആൻഡ് ആ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു. ടോപ്പ് കണ്ടാലോ ആദ്യം, നല്ല ഫ്ലോറൽ പ്രിന്റ്. ഓക്കെ, നല്ല രസമാണ്. ഇതേപോലെ
ഇതിന് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് അടിക്കുക. കൂട്ടത്തിൽ എത്ര മീറ്റേഴ്സ് വേണം എന്ന് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്തിടണം. അവൈലബിൾ ആണോ എന്ന് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുമല്ലോ. അപ്പോൾ ഇതുപോലെ കേട്ടോ. ഐ തിങ്ക് ഇതല്ലേ പറയാനുള്ള നല്ല വശം. ഇതാണ് നല്ല വശം. പേര് കണ്ടോ, ഇതാണ് കേട്ടോ നല്ല വശം. നല്ല വയലറ്റ് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് നല്ല ലാവൻഡറിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ആ രീതി അതിൻ്റെ പാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു കുഞ്ഞി മാംഗോ ആ ഒരു ഇതുപോലെ വന്നിരിക്കുന്നത്. ഇത് കാഥ ശരിക്കും പറഞ്ഞാൽ ലൈനിങ് ആവശ്യമില്ല, എന്നാലും ബോഡി പാർട്ട് നിങ്ങൾ ലൈനിങ് വെച്ച് തന്നെ ചെയ്താണെങ്കിൽ നന്നായിട്ട് നിൽക്കും. അതുപോലെ കോട്ടൺ എപ്പോഴും ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒരു കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ എപ്പോഴും വാഷ് ചെയ്ത് നീറ്റാക്കി വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ കോട്ടൺ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കുളമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. സോ 125ലാണ് ഇപ്രാവശ്യം കാഥ കോട്ടൺ വന്നിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഒരു യെല്ലോയിലാണ് വന്നിരിക്കുന്നത്, ഫ്ലോറൽ. ഇതും ഫ്ലോറൽ തന്നെ പാൻസിലും വന്നിരിക്കുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം യെല്ലോ വരുന്നുണ്ട്, അടുത്ത മഴയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നു. ഇത് വലിയ പൂക്കളും ഇത് കുട്ടിപ്പൂക്കളും കേട്ടോ, ചെറിയ പൂക്കളും. ഇതും കാണാം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഇയലിനെ കാണുന്നുണ്ടെങ്കിൽ ക്യാമറയിൽ. ഓക്കെ, ഇതാണേ വന്നേക്കുന്നത്. ഇതേപോലെ യെല്ലോ നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് ആണല്ലേ. മൊത്തം ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഡാർക്ക് റെഡ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ അത് കുറേ പേർക്കൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. സ്റ്റോക്ക് എടുത്ത് വരുന്ന സമയത്ത് ഇനി ഉണ്ടെങ്കിൽ ക്ലിയറൻസ് സെയിലിടാം. പക്ഷെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. 125. അതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കതിന് പാൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ചെറിയ ഫ്ലോറിലാണ്. ഇത് മതിയെങ്കിൽ അത്. ഇതൊരു ഗ്രീൻ ആൻഡ് ഒരു മജന്തയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ, പക്ഷേ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള നമ്മുടെ യെല്ലോ ഷെയ്ഡിലാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദുപ്പട്ടയായിട്ട് ഇത് യൂസ് ചെയ്യാം. കുറച്ച് ഫ്ലോയി തന്നെയാണ് മെറ്റീരിയൽ കേട്ടോ. പ്യുവർ കാഥ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. 125ലാണ് നമുക്ക് ഇപ്രാവശ്യം കാഥ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. എല്ലാവർക്കും പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു എവ്രി വൺ, നോട്ട് ഓൺലി ആർ കേരള ഫ്രണ്ട്സ് ആൻഡ് പുറത്തുനിന്ന് കാണുന്ന those who are watching from outside of Kerala. I'm sorry, last time I didn't mention Telangana. Of course, sisters from Telangana also watching, Maharashtra also watching. So അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിട്ടുപോയത് കേട്ടോ. So all our friends, okay, thank you so much for your tremendous support. നമുക്കൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വേഗം കാണാം. Till then, take care and thank you.